ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പെട്ടെന്ന് വിശാൽ പാർവതിയോട് ചൂടായപ്പോൾ പാർവതി വാക്കുകളിലൂടെ വിശാലിനെ തണുപ്പിക്കുന്നു. വിശാലിന്റെ ഷർട്ടിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കുകയാണ് പാർവതി. വിശാലാണെങ്കിൽ ഫോണിൽ സംസാരിക്കുകയും മറ്റേ കൈ കൊണ്ട് ചായ കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഫോൺ വെച്ച ശേഷം ബട്ടൺ പകുതിയാക്കി അവിടുന്ന് പോകാൻ തുടങ്ങിയ പാർവതിയോട് ഹലോ എവിടെ പോകുന്നു എന്ന് വിശാൽ ചോദിക്കുന്നുണ്ട്. അല്ല, ഫോൺ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പാർവതി പോകാൻ തുടങ്ങുന്നുണ്ട്. വിശാൽ വീണ്ടും പറയുന്നു, എനിക്ക് ഫോൺ വന്നുകൊണ്ടേയിരിക്കും. ചെയ്യുന്ന കാര്യങ്ങളെ പകുതിക്ക് വെച്ച് നിർത്തുന്നത് ശരിയല്ലല്ലോ. തുടങ്ങി വെച്ച ജോലികൾ അവരവർ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. പാർവതി തന്നെ വിശാലിന് ബാക്കി ബട്ടണും കൂടി ഇട്ട് കൊടുക്കുന്നു. അതിനിടയിൽ വിശാൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രോജക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആദ്യം ആ പ്രോജക്റ്റ് വേണ്ടെന്നാ ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ അത് വേണമെന്നും വിചാരിക്കുന്നുണ്ട്. പിന്നെ നിറത്തിന്റെ കാര്യം പറയുന്നു. പച്ച നിറം വേണ്ട, പാർവതി ഒന്ന് നോക്കിയിട്ട് മെറൂൺ നിറം മതിയെന്ന് പറയുന്നുണ്ട്. അത് കാണാൻ നല്ല നിറമായിരിക്കും, നല്ല രസമായിരിക്കും, അത് ഉടുക്കുന്നത് നല്ലതെന്നും വിശാൽ പറയുന്നുണ്ട്. പെട്ടെന്ന് പാർവതിക്ക് ആ കാര്യം മനസ്സിലാകുന്നു. വിശാൽ ഫോണിൽ കൂടി പറയുന്നുണ്ട്, അല്ലല്ല, ആ കളർ അടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ആ കള്ളച്ചിരിയുള്ള ഫോട്ടോ ഉണ്ടല്ലോ, അത് പുറത്ത് വെക്കണ്ട, എന്റെ മുറി വെച്ചാ മതി. ഇടയ്ക്കിടയ്ക്ക് വിശാൽ പാർവതി ഒന്ന് നോക്കുന്നുണ്ട്, പാർവതി വിശാലിനെയും. എന്നാൽ വിശാൽ പാർവതിക്ക് നേരെ മുഖം കൊടുക്കാതെ ഫോണിൽ സംസാരിക്കുന്നത് പോലെ തന്നെ ആക്ട് ചെയ്യുന്നു. ഇയാൾക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, മനസ്സിലാവാഞ്ഞിട്ടും ഒന്നും അറിയാത്ത മണ്ടിയെ പോലെ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് പാർവതി വീണ്ടും വിശാലിനെ നോക്കുന്നുണ്ട്. വിഷയം മാറ്റി വിശാൽ പറയുന്നു, മണ്ടിയല്ല, മണ്ടനെ പോലെ. നല്ല അഭിനയം എന്ന് പാർവതി മനസ്സിൽ വിചാരിക്കുന്നു. ബട്ടണൊക്കെ ഇട്ട് തീർന്നിട്ട് അല്പം മാറി നിന്ന് നോക്കുകയാണ് പാർവതി. ശരിയെന്ന് പറഞ്ഞ് വിശാൽ ഫോൺ വെച്ചു. ഇങ്ങനെയല്ല ബട്ടൺസ് ഇടേണ്ടത്, ഏത് ജോലി ചെയ്താലും അത് ആസ്വദിച്ച് ചെയ്യണം എന്ന് പറഞ്ഞ ബട്ടൺ മുഴുവനും ഊരുകയാണ് വിശാൽ. എന്നിട്ട് പറയുന്നു, നീ എല്ലാ ബട്ടണും ഒന്നുകൂടി ആസ്വദിച്ചിട്. വിശാൽ സർ എന്തായി ചെയ്യുന്നത് എന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നു, ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി. മടിച്ചെന്ന പാർവതിയെ വീണ്ടും അടുത്തേക്ക് വിളിച്ചിട്ട് ചെയ്യടോ എന്ന് സ്നേഹത്തോടെ വിശാൽ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും വിശാലിന്റെ ബട്ടൺ ഇട്ട് കൊടുക്കുകയാണ് പാർവതി. ഇടയ്ക്ക് വിശാലും പാർവതിയും പരസ്പരം നോക്കുന്നുണ്ട്. ബട്ടൺ ഇട്ടിട്ട് പോവാൻ തുടങ്ങിയ പാർവതിയുടെ കയ്യിൽ പിടിച്ച് തന്റെ അടുത്തേക്ക് വലിച്ചു നിർത്തുകയാണ് വിശാൽ. എന്താ ഇത്ര ധൃതി, നീ എവിടെ പോവുക എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, വിശാൽ സാറേ, എനിക്ക് ചെറിയ പനിയുണ്ട് 2 ദിവസമായിട്ട്. അടുക്കളയിൽ ഞാനൊരു കഷായം അടുപ്പി വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അയ്യോ, നിനക്ക് പനിയോ? എന്നിട്ട് നീ എന്താ ഇതുവരെ എന്നോട് പറയാതിരുന്നത്? ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പാർവതിയുടെ നെറ്റിയിൽ തൊട്ടു നോക്കുകയാണ് വിശാൽ. പാർവതി വിശാലിനെ തന്നെ നോക്കിയിരിക്കുന്നു. നെറ്റിയിൽ തൊടുന്നതോടൊപ്പം തന്നെ പാർവതിയുടെ കവളിൽ തലോടുകയാണ് വിശാൽ. മതി മതി, ശൃംഗരിക്കാനുള്ള ഒരു സമയം വിട്ടേ വിശാൽ സാർ. ഡേ, ആ കഷായ ഇപ്പോൾ കരിഞ്ഞു പോയി കാണുവേ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട്. പാർവതിയുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ നിർത്തുകയാണ് വിശാൽ. വിശാലിനെ പിടിച്ച് തള്ളിയിട്ട് അങ്ങോട്ടെന്ന് പറഞ്ഞ് നാണത്തോടെ ഓടിപ്പോവുകയാണ് പാർവതി. വാതിൽക്കൽ ചെന്നിട്ട് വിശാലിനെ ഒന്നുകൂടി നോക്കി നാണത്തോടെ ഒന്ന് ചിരിച്ചിട്ട് അവിടെ നിന്നും ഓടിപ്പോകുന്നു. തുടർന്ന് രാധികയും പാർവതിയും കൂടി ഗസ്റ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നു. ആള് സ്ഥലത്തില്ലെന്ന് തോന്നല്ലോ. ബാ ചെറിയമ്മയെ നോക്കാമെന്ന് പറഞ്ഞ് പാർവതിയും രാധികയും കൂടി ഗസ്റ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോകുന്നു. ജാസ്മിനെ വിളിക്കുന്നുണ്ട് പുറത്തു നിന്ന്. ജാസ്മിൻ പുറത്തു നിന്ന് തന്നെ വരുന്നു. ദേ ഇവിടെ എന്താ 2 പേരും കൂടി? ക്ഷേമം അന്വേഷിക്കാൻ വന്നതാണോ എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, നിന്റെ ക്ഷേമം അന്വേഷിച്ചു വരാൻ മാത്രമുള്ള ബന്ധം നമ്മൾ തമ്മിലുണ്ടോ? അങ്ങനെയുള്ള ബന്ധം ഉണ്ടാക്കാനുള്ള നിന്റെ പരിശ്രമം നടക്കുന്നതല്ലേ ഉള്ളൂ. ഓ, പിന്നെ എന്താണാവോ ആഗമനോദ്ദേശം എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ രാധിക പറയുന്നു, വ്യക്തമായ ഒരു ഉദ്ദേശമില്ലാതെ നിന്റെ തിരുമുഖം വന്ന് കാണാനുള്ള ഉദ്ദേശം ഞങ്ങൾക്കില്ലല്ലോ. നിന്ന് വാചകം അടിക്കാതെ വന്ന കാര്യം പറഞ്ഞിട്ട് പോവാൻ നോക്കുന്ന ജാസ്മിൻ രാധികയോട് പറയുന്നു, നീ ആരാണെന്നാ നിന്റെ വിചാരം? ബുദ്ധി രാക്ഷസിയോ? കൂടപ്പറപ്പിനെ ജയിലിലാക്കാൻ നീ കളിച്ച നാടകം ഗംഭീരമായിട്ടുണ്ട്. പൊന്നാങ്ങള അഴിയെണ്ണാൻ പോയിട്ടും നിന്റെ മുഖത്തിനും രൂപത്തിനും സൗന്ദര്യത്തിനും ഒരു ഭാവമാറ്റം ഇല്ലല്ലോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നു, എന്ത് ഭാവമാറ്റം വേണോന്നാ നീ പറയുന്നത്? ഞാൻ ഇവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരയണോ? അതോ എന്റെ ഏട്ടൻ ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് ഓർത്ത് കണ്ണീരൊലിപ്പിച്ച് കട്ടടപ്പടിയിൽ ചാരിയിരിക്കണോ? ഒന്ന് ബോഡി എണീറ്റ്. ഇതേ ജാസ്മിന, ഉടയാത്ത മനസ്സും എന്ത് നേരിടാനുള്ള ചങ്കൂറ്റവുമുള്ള മനസ്സ്. ജിതൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഈ ജയിൽവാസം. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. അത് കേട്ട് പാർവതി പറയുകയാണ്, അതെ, അങ്ങനെ ഒരു ബോധം നിനക്കുള്ളത് നല്ലതാണ്. പക്ഷേ തെറ്റ് ചെയ്തവരും മാത്രമല്ല, ആ തെറ്റിനെ പ്രേരിപ്പിക്കുന്നവരും കൂടെ നിൽക്കുന്നവരും കൂടി ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നീയും അഴിയെണ്ണേണ്ടവൾ തന്നെയാണ്. ദേഷ്യത്തോടെ ജാസ്മിൻ പാർവതിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, കൂടുതൽ സംസാരിച്ചാലുണ്ടല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നത്? രാധിക പറയുന്നു, തെറ്റുകൾ മാത്രമല്ലേ നീ ചെയ്തിട്ടുള്ളൂ, അതിലിപ്പോൾ എടുത്തു പറയാൻ എന്തിരിക്കുന്നു?
ചതിയും വഞ്ചനയും അത്യാഗ്രഹവും കൈമുതലായിട്ടുള്ള നീ ആങ്ങളെ ജയിലിലാക്കിയതിനു ശേഷവും ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് എന്തിനാ? എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ പാർവതി ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നു, എന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് നിനക്കറിയാവുന്നതല്ലേ, ഇനിയും ഞാനത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമുണ്ട്. വിശാൽ സാറിനെ സ്വന്തമാക്കണമെന്നുള്ള നിന്റെ ഉദ്ദേശം നടക്കില്ല എന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. അഥവാ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ തന്നെ ജയിൽ ചാടി വന്നിട്ടാണെങ്കിലും ജതിൻ വിശാൽ സാറിനെ കൊന്നിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ജയിലിലേക്ക് പോയത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നേരാങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേർപ്പെങ്ങളും സ്വയം വിധവയാകാൻ ഒരുങ്ങില്ലല്ലോ. മാത്രമല്ല വിശാൽ സാറിന്റെ ജീവന് ഭീഷണി ഉള്ളപ്പോൾ ആ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കടമയാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന് പാർവതി പറയുന്നു. ജാസ്മിൻ പറയുന്നുണ്ട്, വിശാലിനെ കൊല്ലുക എന്നുള്ളത് ജതിന്റെ ആവശ്യം, വിശാലിനെ സ്വന്തമാക്കുക എന്നത് എന്റെ ആവശ്യവും ആഗ്രഹവുമാണ്. എന്റെ ആഗ്രഹം നടന്നതിന് ശേഷമല്ലേ ജതിൻ വിശാലിനെ കൊല്ലൂ? അങ്ങനെ സംഭവിച്ചാലും നേട്ടം എനിക്ക് തന്നെയാണല്ലോ. അതെല്ലാം കേട്ട് ദേഷ്യത്തോടെ രാധിക പറയുന്നു, അതെ, വ്യാമോഹമാ, വെറും വ്യാമോഹം. വിശാലിന്റെ ഭാര്യയായി കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലായി പോകും എന്നുള്ള വ്യാമോഹം. പാർവതി ജാസ്മിനോട് പറയുന്നു, എന്റെ പേരിലുള്ള സ്വത്തുവകകൾ നിന്റെ പേരിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്റെ അനുവാദം വേണമെന്ന് നീ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് സമ്മതം മൂളുമെന്ന് നീ കരുതുന്നുണ്ടോ? ജാസ്മിൻ പറയുന്നു, നിന്നെ കൊണ്ട് സമ്മതം മൂളിപ്പിക്കാൻ കഴിവുള്ളവർ ഈ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നീ മറന്നുപോയോ? അവരെ കൊണ്ട് നിന്നെ ഞാൻ സമ്മതം മൂളിപ്പിക്കും. നീ അനുസരണയുള്ള നല്ല കുട്ടിയല്ലേ, നീ അവരെ അനുസരിക്കും. എന്നാൽ പാർവതി ചിരിച്ചുകൊണ്ട് പറയുന്നു, വിശാൽ സാറിനെയോ അച്ഛനെയോ അച്ഛമ്മയാണോ നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെയും നിനക്ക് തെറ്റി ജാസ്മിൻ. ആ മൂവരും നന്മമരങ്ങളാണ്, ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കുന്നവരല്ല. എന്നിട്ട് പാർവതി ജാസ്മിന്റെ നേരെ കൈ നീട്ടിയിട്ട് പറയുന്നു, വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, നീ തിന്മയാണെന്ന്. നിന്റെ ചിന്താഗതി അല്ല അവരുടേത്, അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇനി എന്താ വേണ്ടതെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഈ ഔട്ട് ഹൗസിൽ നിന്ന് പോലും നിന്നെ നടു റോഡിലേക്ക് ഇറക്കാൻ അധികാരമുള്ളവളാണ് പാർവതി എന്ന് നീ ഓർത്തിരിക്കുന്നതാണ് നല്ലത്. ഓർക്കണം. വാ ചെറിയമ്മ എന്ന് പറഞ്ഞ് രാധികയും കൂട്ടി പാർവതി അവിടെ നിന്ന് പോകുന്നു. ഒന്നും പറയാനോ ചെയ്യാനോ ആകാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ. ശേഷം കാണിക്കുന്നത് പാർവതി അവിടെയൊക്കെ അടിച്ചു വരുന്നു. ഗാർഗി അവിടേക്ക് വന്നു. ഇന്ന് ഈ മുറി വൃത്തിയാക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത്. എന്താ ഗാർഗി വിശേഷിച്ചത്? പ്രത്യേകിച്ചൊന്നുമില്ല, CBI ഓഫീസറെ ഒന്ന് അഭിനന്ദിക്കാൻ വന്നതാണെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, CBIയോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സേതുരാം അയ്യർ, കൃഷി ഓഫീസിൽ നിന്നല്ല. അങ്ങ് CBI എന്നാ കേട്ടിട്ടില്ലേ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, ആരാ ഈ സേതുരാമയ്യർ? എടി പൊട്ടി, അതൊരു സിനിമ ഡയലോഗാ, നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാനൊരിക്കലേ ഉദയനൂർ വീട്ടിൽ TV-യിൽ കണ്ടായിരുന്നു. എപ്പോഴും മുറുക്കാനും ചവച്ച് നടക്കുന്ന ആളല്ലേ മമ്മൂക്ക? അത് തന്നെ. ആ സേതുരാമയ്യരെ വെല്ലുന്ന അന്വേഷണമല്ലേ നീ നടത്തിയത്? അതുകൊണ്ടാ നിന്നെ CBI ഓഫീസർ എന്ന് ഞാൻ വിളിച്ചത്. ഇപ്പൊ മനസ്സിലായോ? നീ പോയ ഗാർഗി, ചുമ്മാ മനുഷ്യനെ കളിയാക്കാതെ എന്ന് പറഞ്ഞ് പിന്നെയും അടിച്ചു വാരുകയാണ് പാർവതി. കളിയാക്കിയതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. നിന്റെ വിശാൽ സാറിനെ കൊല്ലാൻ നോക്കിയവനെ നീ തന്നെ പിടിച്ച് പോലീസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തില്ലേ? ആ അന്വേഷണത്തിന്, ആ ബുദ്ധി കൂർമ്മതയ്ക്ക് നീ അംഗീകാരം അർഹിക്കുന്നുണ്ട് പാർവതി. അത് കളഞ്ഞു എന്ന് പറഞ്ഞ് ആ ചൂലെടുത്ത് അവിടെ ഇട്ടിട്ട് പാർവതിക്ക് കൈ കൊടുക്കുകയാണ് ഗാർഗി. പിന്നെ ഒരു കാര്യം, കൊലപാതക ശ്രമത്തിന് ഒരാൾ മാത്രമേ അറസ്റ്റിലായിട്ടുള്ളൂ. കൂട്ടുപ്രതി ഇപ്പോഴും ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടപ്പുണ്ട്, അത് ഓർമ്മ വേണം. ടെൻഷനോടെ പാർവതി ആലോചിച്ചിട്ട് പറയുന്നു, അറിയാം ഗാർഗി, ചേട്ടൻ ഏറ്റെടുത്ത കർമ്മം അനീതി ചെയ്യാനും മടിക്കില്ല. പക്ഷേ എനിക്ക് വേണ്ടത് ചില്ലകൾ മുറിച്ചു മാറ്റുക എന്നതല്ല, വേരോടെ പിഴുതറിയണം. ഇനി ഒരിക്കലും എന്റെ വിശാൽ സാറിന് നേരെ ആരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. ആ വൻമരം പിഴുതെറിയും ഞാൻ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം വിശാൽ സാറിനൊന്നും സംഭവിക്കില്ല എന്നും പാർവതി പറയുന്നുണ്ട്. സന്തോഷത്തോടെ ഗാർഗി പറയുന്നു, നിന്റെ ആത്മവിശ്വാസമാണ് നിന്റെ ധൈര്യം. നീ വിശാൽ സാറിന് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്റെ സംരക്ഷണമുള്ളെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ പാർവതി, നീ സൂക്ഷിക്കണം. നിന്നെയും നിന്റെ കഴിവുകളെയും ഇല്ലാണ്ടാക്കാൻ ദുർമന്ത്രവാദം വരെ നടത്തിയതാണ് ഇവിടെയുള്ളവർ. അവർ നിന്നെ അപായപ്പെടുത്താൻ എന്ത് മാർഗവും സ്വീകരിക്കും. ഒരു കരുതൽ വേണം പാർവതി, നിസ്സാരമായിട്ട് ഇതിനെ തള്ളിക്കളയരുത്. ഇത് കേട്ട് പാർവതി പറയുന്നു, ഗാർഗി, രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് മരണമെന്ന് മുത്തശ്ശൻ പല പ്രാവശ്യവും പറയാറുണ്ട്. നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന നിഴൽ എപ്പോഴും നമ്മളെ മറികടക്കുകയോ മുറിഞ്ഞു പോവുകയോ ചെയ്താൽ മരണം എത്തിയെന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു ഭയം എനിക്കില്ല ഗാർഗി. കാരണം ജനിച്ചാൽ ഒരിക്കൽ മരിച്ചേ പറ്റോ, അതെങ്ങനെയും എവിടെയും വെച്ച് സംഭവിക്കും. പക്ഷേ ഞാൻ ജീവനോടെ ഉള്ളപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദുർമരണം ഉണ്ടാവാൻ പാടില്ല. അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും.
നിന്നെ ഞാൻ നമിക്കുന്നു പാർവതി എന്ന് കൈകൂപ്പി പറയുകയാണ് ഗാർഗി പാർവതിയോട്. സഹനശക്തി എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക സാധനമാണ്, അത് നിനക്കുണ്ട്, പക്ഷേ എനിക്കില്ല. അതുകൊണ്ട് നിനക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് കൂടെ നിൽക്കാൻ കഴിയോ? എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് സന്തോഷമെന്ന്. ഗാർഗി ചോദിക്കുന്നു, അച്ഛന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? വിലക്ക് കാരണം എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ലല്ലോ. അച്ഛനിപ്പോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ആ മനസ്സിന് നോവുന്ന എന്തോ ഒന്ന് ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ ഭാഗത്തു നിന്നാണോ പ്രതാപൻ സാറിന്റെ ഭാഗത്തു നിന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് പാർവതി പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു, സംശയിക്കാൻ എന്തിരിക്കുന്നു? എന്റെ അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെയായിരിക്കും. കൂട്ടുകക്ഷിയായിട്ട് ആ മൊട്ടത്തലേനും ഉണ്ടാവും. ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് കണ്ടാലേ രണ്ടിന്റെയും കൂടി തല ചേർത്ത് പിടിച്ച് മുള്ള മുരിക്കൽ കൊണ്ടുചെന്ന് താഴോട്ടും മേലോട്ടും തോലി ഉരിയാൻ തോന്നും. പക്ഷെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ, ഒരിക്കലും നടക്കില്ലല്ലോ. പിന്നെ എനിക്കൊരു ഔട്ട്ഡോർ ഷൂട്ട് ഉണ്ട്, വരാൻ അല്പം വൈകും. നിന്റെ ജോലികളൊക്കെ നടക്കട്ടെ, ബൈ എന്ന് പറഞ്ഞിട്ട് ഗാർഗി പോകുന്നു. പാർവതി പിന്നെയും അവിടെ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുകയാണ്. ശേഷം കാണിക്കുന്നത് പ്രഭാവതി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കുകയാണ്. പ്രതാപൻ അവിടെ എത്തി. ചേച്ചി പുറത്തൊന്നും കാണാത്തോണ്ടാ ഇങ്ങോട്ട് വന്നത്. നമ്പ്യാർ സാർ എന്നെ വിളിച്ചിരുന്നു, ഇവിടത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്നറിയാൻ വിളിച്ചതാ. എന്നാലും ഇതൊന്നും കേൾക്കാതെ പ്രഭാവതി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. ചേച്ചി ഈ ലോകത്തൊന്നും അല്ലേ, ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? പ്രഭാവതി ദേഷ്യത്തോടെ പ്രതാപനോട് പറയുന്നു. അതെന്താ, ഞാൻ ബദിരിയാണെന്ന് കരുതിയോ നീ പറയുന്നത് കേൾക്കാൻ നിന്റെ മുഖത്ത് തന്നെ നോക്കണമെന്ന് നിയമമുണ്ടോ? എന്റെ അമ്മോ, ഇതെന്താ രാവിലെ ഒരു ഉടക്കമൂട്? എടുത്ത വാക്കാണോ എഴുന്നേറ്റത് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് പ്രതാപൻ. പ്രഭാവതി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു, ദേ പ്രതാപ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ചേച്ചി ഇങ്ങനെ ചൂടാവാനുള്ള കാരണം എന്താണെന്ന് പറ, എങ്കിലല്ലേ മനസ്സിലാകൂ എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, അറിഞ്ഞോ അറിയാതോ ശേഖരേട്ടനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതിന് ശേഷം മനസ്സിന് വല്ലാത്തൊരു അങ്കലാപ്പ്. ശേഖരേട്ടൻ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോ വർഷം എത്രയായി? ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും നീയോ ഞാനോ പോയി കണ്ടിട്ട് പോലുമില്ല. എന്തിനെ, ബന്ധം വേർപ്പെടുത്തിയ ഭർത്താവിന്റെ ക്ഷേമം അന്വേഷിക്കാൻ ആരെങ്കിലും പോവോ? അതും സെൻട്രൽ ജയിലിലേക്ക്? ചേച്ചി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു, അങ്ങനെ അല്ല പ്രതാപ. കണക്ക് കൂട്ടി നോക്കിയാൽ കൊലപാതക കുറ്റത്തിന് കിട്ടിയ ജീവപര്യന്തം 24 വർഷം, 14 വർഷം. പിഴയടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് 1-2 വർഷവും കൂടി, അപ്പൊ മൊത്തം 16 വർഷം. ശരിയല്ലേ? ചേച്ചി എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ ഈ മാത്തമാറ്റിക്സിന് വട്ടപൂജ്യമാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ എന്ന് പ്രതാപൻ പറയുന്നു. അതെ, 16 വർഷം, അതായത് ശിക്ഷയുടെ കാലാവധി ഇപ്പോ തീരുന്നു എന്നർത്ഥം. ഒരു പക്ഷേ ആളിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടാകാം. ഏതായാലും നീ അതൊന്ന് പോയി അന്വേഷിക്കണം. പ്രതാപൻ പറയുന്നു, എന്തിന്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അളിയൻ ഇനി 16 വർഷത്തിനിടയിൽ മരിച്ചു മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിലോ? പ്രഭാവതി പറയുന്നു, ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. കാരണം ഞങ്ങളുടെ വിവാഹ ജീവിതം തുടങ്ങുന്നതിന് മുമ്പുള്ള ജാതകം പരിശോധിച്ചതിനിടയിൽ ശേഖരേട്ടന് ദീർഘായുസാണ് പറഞ്ഞിട്ടുള്ളത്. ജയിൽ വാസവും പറഞ്ഞിരുന്നു. അത് സത്യമായ സ്ഥിതിക്ക് മരണവും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാം. ഇരുളടഞ്ഞ ഇടനാഴികളുള്ള ജയിൽ മുറിയിൽ ആരണ്ട വെളിച്ചത്തിൽ ഏകനായി 16 വർഷം നരകയാതന അനുഭവിച്ച പമ്പര വിഡ്ഢി. ചേച്ചി, അയാൾ ശിക്ഷ കഴിഞ്ഞിട്ടുണ്ടായെങ്കിൽ പട്ടിണി മാറ്റാനുള്ള വഴി അന്വേഷിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ നാട് തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാകും. ഇതേ സമയം ശേഖരൻ ജയിലിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, അസ്തമയത്തിന് ശേഷം ഉണ്ടാകുന്ന ഇരുട്ട് കത്തി ജ്വലിച്ചുയരാനുള്ള പ്രകാശത്തിന്റെ ആരംഭമാണ്. ആ പ്രകാശത്തിൽ നിന്റെ കണ്ണുകൾ മഞ്ഞളിക്കും. ആ പ്രകാശരശ്മികൾ തീജ്വാലകളായി നിന്റെ മേൽ പതിക്കാൻ ഇനി അധിക നാളുകളില്ല. കരുതിയിരുന്നോ നീ? ഉദയത്തിനുള്ള സമയമായി. കിഴക്ക് ദിക്ക് ചുവന്നു തുടങ്ങി. ഒരു തിരിച്ചു വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു 16 വർഷം. ഞാൻ തിരിച്ചു വന്നിരിക്കും. അതോടെ നീ സ്വപ്നം കാണുന്ന സാമ്രാജ്യത്തിന്റെ അടിത്തള ഇടകാൻ തുടങ്ങും. ഇളക്കി മറിക്കും ഞാൻ. എന്റെ കാത്തിരിപ്പിന്റെ ലക്ഷ്യം അത് മാത്രമാണ് എന്നൊക്കെ ശേഖരൻ ജയിലിൽ കിടന്നുകൊണ്ട് പറയുന്നു. വരാൻ പോകുന്ന ഈ ശേഖരൻ പ്രഭാവതിയുടെ ശത്രുവോ അതോ മിത്രമോ? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.